നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2020 മാത്സ് പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ ഈ രീതിയിലാണ്. ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണം എഴുതണം, 3 മാർക്ക് വീതം. അതുപോലെ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 8 എണ്ണം എഴുതണം, 4 മാർക്ക് വീതം. അതുപോലെ 19 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണം എഴുതണം, 6 മാർക്ക് വീതം. ആകെ പരീക്ഷയ്ക്കുണ്ടായിരുന്നത് 25 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം മുതൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലെറ്റ് ആർ ബി ദ റിലേഷൻ ഇൻ ദ സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഗിവൺ ബൈ r is equal to സെറ്റ് എ ബി സച്ച് ദാറ്റ് a is equal to b minus 2. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ a is equal to b minus 2 എന്ന് വരണം. അപ്പോൾ ആൻസർ 6, 8 ആണ്. 6, 8 ബിലോങ്സ് ടു ആർ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കുക. ലെറ്റ് സ്റ്റാർ ബി ദ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ഇസഡ് ഓഫ് ഇൻഡിജേഴ്സ് ആസ് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് 1. ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, എ സ്റ്റാർ ഇ ഇസ് ഈക്വൽ ടു എ. അതായത് എ പ്ലസ് ഇ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ. കാരണം ഇതാണ്, എ സ്റ്റാർ ബി എന്നാൽ എ പ്ലസ് ബി പ്ലസ് 1 ആണ്. എ പ്ലസ് ഇ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ ആകണമെങ്കിൽ ഇ പ്ലസ് 1 എന്നത് 0 ആകണം. ഇ ഇസ് ഈക്വൽ ടു -1. അടുത്ത രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തേൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ്. റൈറ്റ് 2 നോൺ സീറോ മെട്രിസസ് എ ആൻഡ് ബി ഫോർ വിച്ച് എ ബി ഇസ് ഈക്വൽ ടു 0. സെക്കൻഡ്, എക്സ്പ്രസ് എ ഇസ് ഈക്വൽ ടു 1 - 1 2 3 ആസ് ദ സം ഓഫ് സിമെട്രിക് മെട്രിക്സ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഒന്നാമത്തെ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഇസ് ഈക്വൽ ടു 3 4, ബി ഇസ് ഈക്വൽ ടു 4 3 എന്നെടുത്തിരിക്കുന്നു. അപ്പോൾ എ ബി എന്നത് 3 4 × 4 3 ഈ രണ്ട് മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 4 12 മൈനസ് 4 × 3 12. അപ്പോൾ ആൻസർ നമുക്ക് 0 കിട്ടുന്നുണ്ട്. ഇതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്ന. ഇതുപോലെയുള്ള വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാലും മതിയാവും. നമ്മളോട് എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എ ബി 0 ആകുന്ന മെട്രിക്സ് ആണ്. അപ്പോൾ എയും ബിയും നമുക്ക് ഇഷ്ടമുള്ള ഇതുപോലുള്ള ഏതെങ്കിലും എക്സാമ്പിൾസ് എഴുതാം. രണ്ടാമത്തെ ചോദ്യം സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാനാണ്. അപ്പോൾ എ എന്ന് വന്നിരിക്കുന്നത് നോക്കുക, 1 - 1 2 3. ഇതിൽ നിന്ന് നമ്മൾ ആദ്യം കാണേണ്ടത് ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ്. എ എന്നത് 1 - 1 2 3. അപ്പോൾ എ ട്രാൻസ്പോസ് ഇതിൻ്റെ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളമാക്കി 1 - 1 2 3 എന്നത് സെക്കൻഡ് കോളം. ഇനി സിമെട്രിക് മെട്രിക്സ് എന്നത് പി എന്നും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നത് ക്യൂ എന്നും കരുതുക. പി എന്നാൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2ഉം ക്യൂ എന്നത് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2ഉം കാണുന്നതാണ്. അപ്പോൾ എയും എ ട്രാൻസ്പോസും കൂടെ കൂട്ടി അതിൻ്റെ പകുതി എടുക്കുന്നു. 1 + 1 2, അതിൻ്റെ പകുതി 1. -1 + 2, അപ്പോൾ 1 കിട്ടും, അതിൻ്റെ പകുതി 1/2. 2 + -1 1 എന്ന് കിട്ടും, അതിൻ്റെ പകുതി 1/2. 3 + 3 6, അതിൻ്റെ പകുതി 3. ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി ക്യൂ എന്നത് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2. അതായത് ഇത് രണ്ടും തമ്മിൽ കുറയ്ക്കുന്നു, എന്നിട്ട് പകുതി 1 - 1 0, അതിൻ്റെ പകുതി 0. -1 - 2, അതായത് -3, അതിൻ്റെ പകുതി -3/2. 2 - -1, അപ്പോൾ 3 എന്ന് കിട്ടും, അതിൻ്റെ പകുതി 3/2. 3 - 3 0. ഇപ്പോൾ കിട്ടിയത് ക്യൂ എന്ന മെട്രിക്സ്. ഇത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടുകയാണ്. അപ്പോൾ സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സം കാണുന്നു. 1 + 0 1. 1/2ഉം -3/2ഉം കൂടെ കൂട്ടിയാൽ -1. 1/2ഉം 3/2ഉം കൂടെ കൂട്ടുമ്പോൾ 4/2, അതായത് 2. 3 + 0 3. ഇപ്പോൾ കിട്ടിയ മെട്രിക്സ് നമുക്ക് തന്ന ചോദ്യം തന്നെയാണ്. 1 - 1 2 3. നോക്കുക, 1 - 1 2 3. അപ്പോൾ എ എന്ന് തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്തു ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മാണ് ഈ തന്നിരിക്കുന്ന മെട്രിക്സ്. മൂന്നാമത്തെ ചോദ്യം, യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ് പ്രൂവ് ദാറ്റ് 1a² 1b² 1c² ഇസ് ഈക്വൽ ടു a - b × b - c × c - a. ഇവിടെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാനാണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നോക്കുക, ഇവിടെ ആദ്യം യൂസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി R2 gives R2 - R1, R3 gives R3 - R1. അപ്പോൾ 1a² അത് അതുപോലെ എഴുതി, കാരണം ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല. സെക്കൻഡ് റോയിൽ നമുക്ക് കിട്ടുന്നത് നോക്കുക, 0 b - a b² - a², 0 c - a c² - a².
സെക്കൻഡ് റോയിൽ നിന്നും തേർഡ് റോയിൽ നിന്നും നമുക്ക് ബി മൈനസ് എയും സി മൈനസ് എയും വെളിയിലെടുക്കുകയാണ്. അപ്പോൾ ബി മൈനസ് എ എടുത്തു സെക്കൻഡ് റോയിൽ നിന്ന്, സി മൈനസ് എ തേർഡ് റോയിൽ നിന്ന് എടുക്കുന്നു. മിച്ചമുള്ളത് 1a² 0 1 b പ്ലസ് എ. കാരണം b² - a² എന്നത് b പ്ലസ് എ ഇൻറ്റു ബി മൈനസ് എ ആണ്. അതിൽ നിന്നും ബി മൈനസ് എ വെളിയിലെടുത്താൽ ബി പ്ലസ് എ. ഇവിടെ താഴെ സി പ്ലസ് എ വരും. കാരണം c² - a² എന്നതിൽ നിന്നും സി മൈനസ് എ വെളിയിലെടുത്ത് കഴിയുമ്പോൾ മിച്ചം സി പ്ലസ് എ. ഇവിടെ രണ്ടും 0 വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുക 1 ഇൻറ്റു ഈ ഭാഗം മാത്രം ചെയ്താൽ മതി. ഡിറ്റർമിനൻറ്റ് 1 ഇൻറ്റു സി പ്ലസ് എ, അതായത് സി പ്ലസ് എ മൈനസ് 1 ഇൻറ്റു ബി പ്ലസ് എ, അതായത് ബി പ്ലസ് എ. ഇവിടെ മൈനസ് അകത്തോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സി പ്ലസ് എ മൈനസ് ബി മൈനസ് എ എന്ന് വരും. മൈനസ് എയും പ്ലസ് എയും ക്യാൻസലായി മിച്ചം സി മൈനസ് ബി. നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എ മൈനസ് ബി എന്നാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു മൈനസ് വെളിയിലെടുക്കുമ്പോൾ ഇത് എ മൈനസ് ബി എന്നായി. സി മൈനസ് എ അതുപോലെ എഴുതി. ഇവിടെയും ചോദ്യത്തിൽ തന്നിരിക്കുന്ന ബി മൈനസ് സി എന്നാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു മൈനസ് എടുക്കുന്നു. ആ രണ്ട് മൈനസും കൂടെ പ്ലസ് ആയി. മിച്ചമുള്ളത് ബി മൈനസ് സി. അപ്പോൾ എ മൈനസ് ബി, ബി മൈനസ് സി, സി മൈനസ് എ എന്ന് കിട്ടുന്നു. നാലാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ? ഇതിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ്. ഇവിടെ ആൻസർ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിഫറൻഷ്യബിൾ. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന തെറ്റ്. അപ്പോൾ ആൻസർ ബി. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് dy ബൈ ഡി എക്സ്. ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നാൽ y ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണ്. ഡെറിവേറ്റീവ് എടുക്കാനാണ് ചോദ്യം. x² ഡെറിവേറ്റീവ് 2x, y² 2y ഇൻറ്റു dy ബൈ ഡി എക്സ് പ്ലസ് xy എന്നത് പ്രോഡക്റ്റ് റൂളിൽ ചെയ്യണം. അപ്പോൾ x ഇൻറ്റു dy ബൈ ഡി എക്സ് പ്ലസ് y ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു, ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0. നമുക്ക് dy ബൈ ഡി എക്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ കോമൺ ഉള്ള dy ബൈ ഡി എക്സ് വെളിയിലെടുക്കുന്നു. മിച്ചം 2y പ്ലസ് എക്സ്. ബാക്കിയുള്ള ഭാഗം രണ്ടും അപ്പുറത്ത് പോയാൽ മൈനസ് 2x മൈനസ് y. നമുക്ക് വേണ്ടത് dy ബൈ ഡി എക്സ്. അപ്പോൾ ഈ ഭാഗം താഴോട്ടിടുന്നു. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2x മൈനസ് y ബൈ 2y പ്ലസ് എക്സ്. അഞ്ചാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഫോളോവിങ് ഫംഗ്ഷൻ. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. എന്ന ഫംഗ്ഷൻ b ആണ്, അതായത് മോഡുലസ് സൈൻ എക്സ്. ഈസ് ദ എബവ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ. ഇത് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y ഈസ് ഈക്വൽ ടു റൂട്ട് ടാൻ എക്സ്. y ഈസ് ഈക്വൽ ടു റൂട്ട് ടാൻ എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് 1/2 റൂട്ട് ടാൻ എക്സ്. ടാൻ എക്സിൻ്റെത് 6²x. അടുത്ത ആറാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ടു ദ കർവ് y ഈസ് ഈക്വൽ ടു e റേസ് ടു 2x അറ്റ് 0 1. സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. സ്ലോപ്പ് ഇവിടെ 2 എന്ന് കിട്ടും. ആൻസർ ബി ആണ്, 2. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു ദ എബവ് ടാൻജൻറ്റ്. ടാൻജൻറ്റ് ഒബ്റ്റെയിൻഡ് ഇൻ പാർട്ട് 1, അതായത് ഇവിടെ തന്നിരിക്കുന്ന ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. പാസിംഗ് ത്രൂ 2 3. 2 3 എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുകയും വേണം. ഇപ്പോൾ നമ്മൾ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ലൈൻ ഇതാണ്. അതിൻ്റെ സ്ലോപ്പ് 2. ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യണം, അതായത് 2 3 കൂടെ. പെർപെൻഡിക്കുലർ ലൈൻ ആകുമ്പോൾ ആ പെർപെൻഡിക്കുലർ ലൈൻ്റെ സ്ലോപ്പ് എന്നത് മൈനസ് 1/2 ആണ്. ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിച്ചത് നോക്കുക. y ഈസ് ഈക്വൽ ടു e റേസ് ടു 2x. സ്ലോപ്പ് dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു e റേസ് ടു 2x ഇൻറ്റു 2. കാരണം e റേസ് 2xൻ്റെ അത് തന്നെ, പിന്നെ 2xൻ്റെ 2. ഇവിടെ എക്സിന് 0 എന്നിട്ട് കൊടുക്കുമ്പോൾ e റേസ് ടു 0, അതായത് 1 ആയി പോവും. മിച്ചമുള്ളത് 2. ലൈൻ്റെ ഇക്വേഷൻ y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 ആണ്. ഇവിടെ സ്ലോപ്പ് ഓഫ് ദി പെർപെൻഡിക്കുലർ ലൈൻ മൈനസ് 1/2. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ലൈൻ y മൈനസ് 3. കാരണം പോയിന്റ് 2 3 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. y മൈനസ് 3 ഇസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു എക്സ് മൈനസ് 2. സൈഡിലോട്ട് പോകുമ്പോൾ 2y മൈനസ് 6 ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 2. നമുക്ക് കിട്ടുന്നു എക്സ് പ്ലസ് 2y മൈനസ് 8 ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ലൈൻ. ഏഴാമത്തെ ചോദ്യം, the general solution of the differential equation contains 3 arbitrary constant. Then what is the order of the differential equation? ഇതിൻ്റെ ഓർഡർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഓർഡർ എന്നത് 3 തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം, ചെക്ക് വെദർ y is equal to e raised to minus 3x is a solution of the differential equation d² by dx² plus dy by dx minus 6y is equal to 0. ഇതിന് നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ തന്ന ചോദ്യത്തിൻ്റെ 2 ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിക്കുക. അതായത് y ഈസ് ഈക്വൽ ടു e റേസ് ടു മൈനസ് 3x. e റേസ് ടു മൈനസ് 3xൻ്റെ ഡെറിവേറ്റീവ് അത് തന്നെ എഴുതി, ഇൻറ്റു മൈനസ് 3xൻ്റെ മൈനസ് 3. വീണ്ടും ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ d² by dx² ഇസ് ഈക്വൽ ടു e റേസ് ടു മൈനസ് 3x അതുപോലെ എഴുതി, മൈനസ് 3xൻ്റെ വീണ്ടും മൈനസ് 3 താഴെ വരുമ്പോൾ 9 എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷൻ അതുപോലെ താഴോട്ട് എഴുതുന്നു.
ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 6y ഇസിക്കൽ ടു 0 എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഈ വിലകളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 9e−3x പ്ലസ് -3e−3x മൈനസ് 6e−3x. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ -9e−3x എന്ന് കിട്ടും. അതും 9e−3x കൂടെ ക്യാൻസൽ ആവുമ്പോൾ ആൻസർ 0. അടുത്ത എട്ടാമത്തെ ചോദ്യം കൺസിഡർ ദ ഫോളോവിങ് ഫിഗർ. ദ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ ഇൻ PRQS ഈസ് y ഈസ് ഈക്വൽ ടു 2 ആണ്. നോക്കുക, PRQS ഇതിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 2. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദി പ്ലെയിൻ PRQS ആൻഡ് PSUT ആൻഡ് ദ പോയിൻറ്റ്. രണ്ട് പ്ലെയിനും തന്നിട്ട് അതിൻ്റെ ഒരു കോമൺ പോയിൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ പറയാം: ഫസ്റ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ. എന്നിട്ട് നമ്മൾ ലാംഡ അവിടുന്ന് സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ ആൻസർ നോക്കുക, ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ PRQS y is equal to 2 ആണ്. ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ PSUT എന്നത് z is equal to 4. y minus 2 പ്ലസ് ലാംഡ ഇൻറ്റു z മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് വൈയും ഇസഡും ഇട്ട് കൊടുക്കുന്നു. y എന്നത് 1, z എന്നത് 2. അപ്പോൾ 1 മൈനസ് 2 പ്ലസ് ലാംഡ ഇൻറ്റു 2 മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു -1/2 എന്നും ഈ കിട്ടിയ വില ഫസ്റ്റ് ഇക്വേഷനിൽ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ y മൈനസ് 2 പ്ലസ് -1/2 ഇൻറ്റു z മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. ഇവിടുന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ 2y മൈനസ് z ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. 9ാമത്തെ ചോദ്യം മുതൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇതിൽ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 8 എണ്ണമാണ് എഴുതേണ്ടത്. 9ാമത്തെ ചോദ്യം നോക്കുക. ലെറ്റ് a is equal to r minus set 3 and b is equal to r minus set 1. Consider the function f such that a to b defined by f of x is equal to x minus 2 by x minus 3. ഇങ്ങനെ തരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് f of x എടുത്ത് ആദ്യം എഴുതുക. ഇനി ചോദ്യം നോക്കുക. f is 1 1 and 1 1 എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് x1 എന്നും x2 എന്നും ഇട്ട് കൊടുക്കുന്നു. നമുക്ക് x1 is equal to x2 എന്ന് കിട്ടണം. നമുക്ക് നോക്കാം. ലെറ്റ് f of x1 is equal to f of x2. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് x1 എന്നും x2 എന്നും ഇട്ട് കൊടുക്കുമ്പോൾ x1 മൈനസ് 2 ബൈ x1 മൈനസ് 3 ഇസ് ഈക്വൽ ടു x2 മൈനസ് 2 ബൈ x2 മൈനസ് 3. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നു x1 ഇസ് ഈക്വൽ ടു x2. അതായത് ഫംഗ്ഷൻ 1 1 ആണ്. ഇനി ഓൺ ടു ആണോ എന്ന് ചോദിച്ചാൽ തന്ന ചോദ്യത്തെ y ഇസ് ഈക്വൽ ടു എന്ന് എഴുതുന്നു. അതായത് f of x മാറ്റി അവിടെ y നാക്കി y ഇസ് ഈക്വൽ ടു x മൈനസ് 2 ബൈ x മൈനസ് 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് x ഇസ് ഈക്വൽ ടു ഈ തന്ന ചോദ്യത്തെ x ഇസ് ഈക്വൽ ടു ആക്കി മാറ്റുന്നു. അപ്പോൾ x ഇസ് ഈക്വൽ ടു 3y മൈനസ് 2 ബൈ y മൈനസ് 1. ഇപ്പോൾ ഫംഗ്ഷൻ ഓൺ ടു ആണ്. ഇനി ഇൻവേർട്ടിബിൾ ആണോ എന്ന് രണ്ടാമത്തെ ചോദ്യം. ഇൻവേർട്ടിബിൾ ആണ്. 1 1 ഓൺ ടു ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഇനി ഇൻവേഴ്സ് എന്നത് നമുക്കിവിടെ കിട്ടിയ ഓൺ ടു എന്താണോ അവിടെ വൈയുടെ സ്ഥാനത്ത് x എന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ f ഇൻവേഴ്സ് x ഇസ് ഈക്വൽ ടു 3x minus 2 by x minus 1. 10ാമത്തെ ചോദ്യം. If xy less than 1, tan inverse x plus tan inverse y is equal to dash. B ആണ് tan inverse x plus y by 1 minus xy. രണ്ടാമത്തെ ചോദ്യം. സോൾവ് tan inverse 2x plus tan inverse 3x is equal to pi by 4. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ x കണ്ടുപിടിക്കാനാണ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം നോക്കുക. tan inverse a plus tan inverse b എന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ tan inverse 2x plus 3x by 1 minus 2x into 3x. ഇപ്പോൾ നമുക്ക് കിട്ടുന്നു tan inverse 5x by 1 minus 6x square. ഇത് pi by 4ന് തുല്യമാണ്. അതിൻ്റെ അർത്ഥം അപ്പോൾ tan pi by 4 എന്നത് 5x by 1 minus 6x squareന് തുല്യമാണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നു 6x square plus 5x minus 1 is equal to 0. ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു x is equal to 1/6 or x is equal to -1. 11ാമത്തെ ചോദ്യം ഡിഫറൻസിയേഷനിൽ നിന്നാണ്. ഫൈൻഡ് dy by dx if y is equal to x raised to x plus x raised to sin x. ഇത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. രണ്ടാമത്തെ ചോദ്യം y is equal to x cos x. ഫൈൻഡ് d square y by dx square. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ചെയ്യുന്ന രീതി നോക്കുക. y is equal to u plus v എന്ന് എഴുതുന്നു. കാരണം രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് dy by dx is equal to du by dx plus dv by dx ആയിരിക്കും.
ആദ്യത്തെ ഫംഗ്ഷൻ യു എന്നത് എക്സ് റേസ് ടു എക്സ് എന്ന് എഴുതി. ഇവിടെ ഈ എക്സിനെ താഴോട്ടിറക്കാൻ ലോഗ് എടുക്കുന്നു. അപ്പോൾ ലോഗ് യു ഇസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സ്. ഇവിടെ പ്രോഡക്റ്റ് റൂളാണ് ചെയ്യുന്നത്. അപ്പോൾ ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇവിടെ നിന്ന് ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഈ യു റൈറ്റ് സൈഡിലോട്ട് പോയി. അപ്പോൾ യു ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്ന് കിട്ടും. യു എന്നത് ചോദ്യമാണ്, എക്സ് റേസ് ടു എക്സ്. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് നമുക്ക് കിട്ടി. ഇനി വി എന്നത് എക്സ് റേസ് ടു സൈൻ എക്സ്. ഈ സൈൻ എക്സിനെ താഴോട്ടിറക്കാൻ വേണ്ടി ലോഗ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ലോഗ് വി ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇതും പ്രോഡക്റ്റ് റൂൾ ചെയ്യുന്നു. ഇവിടെ പ്രോഡക്റ്റ് റൂൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടും. ഈ രണ്ട് ഉത്തരങ്ങളൂടെ ചേർത്ത് എഴുതുന്നതാണ് ആൻസർ. അതായത് നമുക്ക് ഇങ്ങനെ എഴുതിയാലും മതി, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. വൈ ഇസ് ഈക്വൽ ടു എക്സ് കോസ് എക്സ്. ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇവിടെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെയും പ്രോഡക്റ്റ് റൂളാണ്. മൈനസ് വെളിയിലിട്ടു. എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇവിടെ മൈനസ് എക്സ് കോസ് എക്സ് അതുപോലെ എഴുതി, മൈനസ് സൈൻ എക്സ് അങ്ങനെ -2 സൈൻ എക്സ് എന്നും കൂടെ കിട്ടുന്നു. 12ാമത്തെ ചോദ്യം, ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ബൈ ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് ടാൻ എക്സ് പ്ലസ് സി. ദെൻ എഫ് ഓഫ് എക്സ് ഈസ്, ഇവിടെ എഫ് ഓഫ് എക്സ് ബി എന്ന ആൻസറാണ് സീക്ക് സ്ക്വയർ എക്സ്. രണ്ടാമത്തെ ചോദ്യം, ഇഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x³ മൈനസ് 3/x റേസ് ടു 4 എക്സ് നോട്ട് ഈക്വൽ ടു 0 ഗിവൺ എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 0 ഫൈൻഡ് എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് ഇൻ്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 4x³ മൈനസ് 3/x റേസ് ടു 4 ഇൻറ്റു ഡി എക്സ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 പ്ലസ് 1/x³ പ്ലസ് സി. ഇവിടെ എഫ് ഓഫ് 2 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 റേസ് ടു 4 പ്ലസ് 1/2³ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് സി ഇസ് ഈക്വൽ ടു -129/8 എന്ന് കിട്ടുന്നു. ഈ വില എഫ് ഓഫ് എക്സിൽ ഇട്ട് കഴിയുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 പ്ലസ് 1/x³ മൈനസ് സിയുടെ സ്ഥാനത്ത് -129/8 എന്ന് എഴുതാം. 13ാമത്തെ ചോദ്യം, ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to f of x, x-axis and the line x is equal to a and x is equal to b is. നമുക്കറിയാം ഏരിയയുടെ ഇക്വേഷൻ ഇതാണ്, a to b y into dx. രണ്ടാമത്തെ ചോദ്യം, രണ്ട് കർവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഏരിയ കാണാനാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ നോക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/4. കാരണം ഈ രണ്ട് കർവും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം ഇവിടം വരെയാണ്. അപ്പോൾ ആദ്യത്തെ കർവ് 0 മുതൽ π/4 വരെയാണ് വരുന്നത്. രണ്ടാമത്തെ കർവ് π/4 തൊട്ട് π/2 വരെ. രണ്ടാമത്തെ കർവിൻ്റെ ഇക്വേഷൻ കോസ് എക്സും ആദ്യത്തത് സൈൻ എക്സും ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ 0 to π/4 സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് π/4 to π/2 കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് നോക്കുക, 2√2 - 2/√2. 14ാമത്തെ ചോദ്യം, ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദ കർവ് y is equal to mx. അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം സോൾവ് dy by dx പ്ലസ് y by x is equal to x². ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഒന്നാമത്തെ ചോദ്യം y is equal to mx എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ഡെറിവേറ്റീവ് നമ്മൾ കാണുന്നു. കാരണം ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണുള്ളത്. ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉള്ളത് കൊണ്ട് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ dy by dx is equal to m. ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് dy by dx എന്ന് എഴുതുമ്പോൾ y is equal to dy by dx into x. ഈ yയും കൂടെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ x dy by dx മൈനസ് y is equal to 0 എന്ന് കിട്ടുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് dy by dx പ്ലസ് py is equal to q എന്ന ഫോമിലാണ്. അപ്പോൾ p എന്നത് yയുടെ കൂടെയുള്ളത് 1/x, q എന്നത് x². ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നാൽ e raised to integral p dx. p എന്നത് 1/x ആണ്. അപ്പോൾ e raised to 1/x into dx. 1/xൻ്റെ ഇൻ്റഗ്രൽ log x. അപ്പോൾ e raised to log x, e raised to log എന്ന് വന്നാൽ അത് രണ്ടും കളഞ്ഞിട്ട് മിച്ചമുള്ള എഴുതിയാൽ മതി. അപ്പോൾ x ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ജനറൽ സൊല്യൂഷൻ എന്നത് y into if is equal to ഇൻ്റഗ്രൽ q into if എന്നാണ്. ഇവിടെ qവും ifും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ
y ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ്. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്നത് എക്സ് ക്യൂബ്, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4/4 എന്ന് കിട്ടുന്നു. എക്സ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ y ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 4 പ്ലസ് സി ബൈ എക്സ് എന്ന് കിട്ടും. 15ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എ ബി സി വെയർ എ ബി സി ആർ പോയിൻറ്റ്സ് 1 1 2 2 3 5 ആൻഡ് 1 5 5. ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് എ ബിയും എ സിയും കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അത് തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു. എ ബി എന്നത് ബി മൈനസ് എ ആണ്, അതായത് പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. അപ്പോൾ 2 മൈനസ് 1 1 ഐ, 3 മൈനസ് 1 2 ജെ, 5 മൈനസ് 2 3 കെ. എ സി എന്നത് സി മൈനസ് എ, അപ്പോൾ 0 ഐ പ്ലസ് 4 ജെ പ്ലസ് 3 കെ എന്ന് കിട്ടും. എ ബി ക്രോസ് എ സി കണ്ടുപിടിക്കുന്നു, അതായത് ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ 1 2 3 0 4 3. ഇവിടെ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് -6i -3j പ്ലസ് 4k എന്നാണ്. ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ ആ വെക്റ്റർ തന്നെ ബൈ അതിൻ്റെ മോഡുലസ് -6i -3j പ്ലസ് 4k ബൈ √61. ഇതാണ് യൂണിറ്റ് വെക്റ്റർ. അടുത്ത 16ാമത്തെ ചോദ്യം. ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി ടു ലൈൻസ് ആർ x plus 1 by 7 is equal to y plus 1 by -6 is equal to z plus 1 by 1 and x minus 3 by 1 is equal to y minus 5 by -2 is equal to z minus 7 by 1. Write the vector equations and find the shorter distance of between these two lines. ഈ രണ്ട് ചോദ്യങ്ങളുടെയും ആൻസർ നോക്കുക. വെക്റ്റർ ഇക്വേഷൻ എന്നത് r is equal to a plus lambda b എന്ന രീതിയിൽ എഴുതാം. അതായത് എ എന്നത് ഈ പോയിന്റുകളാണ്, ഇവിടെ പ്ലസ് കിടക്കുന്നതുകൊണ്ട് എല്ലാം മൈനസ് ചേർത്ത് എഴുതണം. അപ്പോൾ r is equal to -1i -1j -1k പ്ലസ് ലാംഡ ഇൻറ്റു ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് 7i -6j പ്ലസ് k. അതുപോലെ രണ്ടാമത്തേൻ്റെ ആൻസർ നോക്കുക. r is equal to 3i പ്ലസ് 5j പ്ലസ് 7k പ്ലസ് മ്യൂ ഇൻറ്റു 1i -2j പ്ലസ് k. ഇനി ഷോർട്ടർ ഡിസ്റ്റൻസ് എന്നത് b1 ക്രോസ് b2 ഡോട്ട് a2 മൈനസ് a1 ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2 ആണ്. b1 ക്രോസ് b2 കണ്ടുപിടിക്കുന്നു. അപ്പോൾ i j k 7 -6 1 1 -2 1. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നു -4i -6j -8k. ഇതിൽ നിന്നും b1 ക്രോസ് b2ൻ്റെ മോഡുലസ് കാണാം. മോഡുലസ് എന്നത് √116. ഇനി നമുക്ക് കാണേണ്ടത് a2 മൈനസ് a1 ആണ്. ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇനി a2 മൈനസ് a1 4i പ്ലസ് 6j പ്ലസ് 8k. ഇത് രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ b1 ക്രോസ് b2 ഡോട്ട് a2 മൈനസ് a1 ആൻസർ കിട്ടുന്നത് -116. നമുക്ക് ഷോർട്ടർ ഡിസ്റ്റൻസ് എന്ന ഇക്വേഷനിൽ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ -116 ബൈ √116 √116. 17ാമത്തെ ചോദ്യം. ഇഫ് എ പ്ലെയിൻ ഇന്റർസെക്ട് ദ കോർഡിനേറ്റ് ആക്സിസ് എ ബി ആൻഡ് സി റെസ്പെക്റ്റീവ്ലി റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ. ഇന്റർസെപ്റ്റ് ഫോം നമുക്ക് ഇങ്ങനെ എഴുതാം: എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് ഇസഡ് ബൈ സി ഇസ് ഈക്വൽ ടു 1. അടുത്ത രണ്ടാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പ്ലെയിൻ ഒബ്റ്റെയിൻഡ് ബൈ പാർട്ട് 1 ഫ്രം ദ ഒറിജിൻ. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്: മോഡുലസ് ഓഫ് Lx1 plus My1 plus Nz1 minus d by root of L square plus M square plus N square. ഇവിടെ x1 z1 ഇവിടെ x1 y1 z1 എന്നതിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കഴിയുമ്പോൾ മിച്ചം 1 by root of 1 by a square plus 1 by b square plus 1 by c square. മൂന്നാമത്തെ ചോദ്യം. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ പാസിംഗ് ത്രൂ 1 0 -2 ആൻഡ് നോർമൽ ടു ദ പ്ലെയിൻ i plus j minus k. അതിൻ്റെ ആൻസർ എ എന്നത് 1i പ്ലസ് 0j മൈനസ് 2k, എൻ എന്നത് i പ്ലസ് j മൈനസ് k. ഇക്വേഷൻ ഇതാണ്: r മൈനസ് എ ഡോട്ട് എൻ ഇസ് ഈക്വൽ ടു 0. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. വെക്ടർ ഇക്വേഷൻ r ഡോട്ട് i പ്ലസ് j മൈനസ് k ഇസ് ഈക്വൽ ടു 3. അടുത്ത 18ാമത്തെ ചോദ്യം. Given two independent events A and B such that P of A is equal to 0.3, P of B is equal to 0.6. Find P of A and B. P of A and B എന്നാൽ P of A intersection B ആണ്. ഇവിടെ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആൻസർ P of A ഇൻറ്റു P of B. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻസർ 0.18. അടുത്തത് P of A നോട്ട് ബി. എ നോട്ട് ബി എന്നാൽ P of A മൈനസ് ബി ആണ്. അതായത് P of A മൈനസ് P of A ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ 0.3യിൽ നിന്ന് 0.18 മൈനസ് ചെയ്യുമ്പോൾ 0.12 എന്ന് കിട്ടും. അടുത്തത് P of A ഓർ B, അതായത് P of A യൂണിയൻ ബി കാണാനാണ്.
പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് പി ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ ആൻസർ കിട്ടുന്നു 0.72. അതുപോലെ ലാസ്റ്റ് ചോദ്യം പി ഓഫ് നൈദർ എ നോർ ബി. അതിൻ്റെ ആൻസർ പി ഓഫ് നോട്ട് എ അല്ലെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഇതിൻ്റെ ആൻസർ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബി ഇപ്പോൾ കിട്ടി 0.72. അത് 1ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 0.28 എന്ന് കിട്ടും. 19ാമത്തെ ചോദ്യം മുതൽ 6 മാർക്കിനുള്ളതാണ്. എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ 2/3 മെട്രിക്സ് ആണ്. വെയർ എ ഐ ജെ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ കൺസ്ട്രക്ട് എ. ഇവിടെ ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ്. 2/3 ഓർഡറുള്ള ജനറൽ മെട്രിക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം: A11, A12, A13, A21, A22, A23. ഈ എലമെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ എലമെൻറ്റ്സ് ഇങ്ങനെയാണ് ഐ പ്ലസ് ജെ എന്ന രീതിയിൽ. അപ്പോൾ A11 എന്നത് 1 + 1 2 ആണ്. A12 എന്നത് 1 + 2 3 എന്ന് കിട്ടും. അതുപോലെ ഈ എലമെൻറ്റ്സ് എല്ലാം നമുക്ക് കിട്ടുന്നു. അപ്പോൾ മെട്രിക്സ് ഇതാണ് 2 3 4 3 4 5. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ആൻഡ് ഹെൻസ് പ്രൂവ് ദാറ്റ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് സിമട്രിക്. അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്: എ ഇൻറ്റു എ ട്രാൻസ്പോസ് നമ്മൾ കാണുന്നു. എ എന്നത് അതുപോലെ എഴുതി. എ ട്രാൻസ്പോസ് ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ 2 3 3 4 4 5 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 29 38 38 50. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇത് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. അടുത്ത 20ാമത്തെ ചോദ്യം. ഇഫ് എ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ 3 then prove that its determinant is 0 without using example. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ ആണ്. ഇത് രണ്ട് സൈഡിലും ഡിറ്റർമിൻ്റ് എടുക്കുന്നു. ഡിറ്റർമിൻ്റ് എടുക്കുമ്പോൾ ഡിറ്റർമിൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് മൈനസ് ഡിറ്റർമിനൻറ്റ് എ. ഈ മൈനസ് ഡിറ്റർമിൻ്റ് എന്ന് ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് ഡിറ്റർമിൻ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിൻറ്റും എയുടെ ഡിറ്റർമിൻറ്റും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിതിനെ ഡിറ്റർമിൻ്റ് പ്ലസ് ഇവിടെയും ഡിറ്റർമിൻ്റ് ഇസ് ഈക്വൽ ടു 0, അതായത് 2 ഡിറ്റർമിൻ്റ് 0 എന്നും ഡിറ്റർമിൻ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. രണ്ടാമത്തെ ചോദ്യം, ഒരു മെട്രിക്സ് തന്നിട്ട് അത് സിംഗുലർ മെട്രിക്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. എക്സിൻ്റെ വില കാണാൻ. സിംഗുലർ മെട്രിക്സിൻ്റെ അർത്ഥം ഡിറ്റർമിൻ്റ് 0 എന്നാണ്. അപ്പോൾ ഡിറ്റർമിൻ്റ് ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ ഡിറ്റർമിൻ്റ് കാണുമ്പോൾ 2 + x ഇൻറ്റു -5 - 2 -3 ഇൻറ്റു 5 - 2x + 4 ഇൻറ്റു 1 - -x ഇസ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ x ഇസ് ഈക്വൽ ടു 25/3 എന്ന് കിട്ടും. അതിൻ്റെ മൂന്നാമത്തെ ചോദ്യം, ഗിവൺ എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 സച്ച് ദാറ്റ് ഡിറ്റർമിൻ്റ് എ ഇസ് ഈക്വൽ ടു -1, ഡിറ്റർമിൻ്റ് ബി ഇസ് ഈക്വൽ ടു 3. ഫൈൻഡ് ഡിറ്റർമിൻ്റ് ഓഫ് 3ab ആണ്. നോക്കുക, ഡിറ്റർമിൻ്റ് ഓഫ് എ ബി എന്നത് ഡിറ്റർമിൻ്റ് എ ഇൻറ്റു ഡിറ്റർമിൻ്റ് ബി ആണ്. അത് ചെയ്യുമ്പോൾ -3 എന്ന് കിട്ടുന്നു. ഡിറ്റർമിൻ്റ് ഓഫ് 3ab എന്നത് 3² ഇൻറ്റു ഡിറ്റർമിൻ്റ് എ ബി. അപ്പോൾ 3² 9, 9 ഇൻറ്റു -3, ആൻസർ -27. 21ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഇൻ്റർവെൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ f of x is equal to x² + 2x - 5 സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. രണ്ടാമത്, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് ആൻഡ് നോർമൽ ടു ദ കർവ് y is equal to x³ at 1 1. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം ഇഫ് എനി ഫോർ ദി ഫംഗ്ഷൻ h of x is equal to sin x plus cos x 0 less than x less than π/2. ഇതിന് ആദ്യത്തെ ചോദ്യം ഇൻ്റർവെൽ കണ്ടുപിടിക്കാനാണ്. തന്ന ഫംഗ്ഷൻ അതുപോലെ എഴുതി ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡെറിവേറ്റീവ് 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 2x + 2 is equal to 0. അവിടെ നിന്ന് x is equal to -1 എന്ന് കിട്ടും. ഒരു ലൈൻ വരച്ച് -∞ എന്നും ഇൻഫിനിറ്റി എന്ന് കൊടുത്തു. -1 നടുക്ക് എഴുതി. -1നും -∞ ഇടയ്ക്കുള്ള ഒരു വില എടുത്ത് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തതിലിടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു നെഗറ്റീവ് വിലയാണ്. ഇതിൽ നിന്ന് നമുക്ക് പറയാം ഡിക്രീസിങ് ഓൺ -∞ to -1, ഇൻക്രീസിങ് ഓൺ -1 to ഇൻഫിനിറ്റി. രണ്ടാമത്തെ ഭാഗം ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റും ഇക്വേഷൻ ഓഫ് നോർമലും കാണാനാണ്. അതിനാദ്യം നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണം. അതായത് ഒരു ഡെറിവേറ്റീവ് എടുക്കുന്നു. x³ ഡെറിവേറ്റീവ് 3x². എക്സിന് 1 എന്നുള്ള വില ഇട്ട് കഴിയുമ്പോൾ 3 × 1² 3 എന്ന് കിട്ടി സ്ലോപ്പ്. ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് y - y1 is equal to m × x - x1. അവിടെ വിലയിടുമ്പോൾ നമുക്ക് y is equal to 3x - 2 എന്ന് കിട്ടുന്നു. ഇതാണ് ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ്. നോർമൽ എന്നത് സ്ലോപ്പ് -1/3 എന്നിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇക്വേഷൻ x + 3y - 4 is equal to 0 എന്ന് കിട്ടുന്നു. അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോക്കൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനാണ്. h of x is equal to sin x plus cos x. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. അതായത് sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x, cos x-ൻ്റെ -sin x is equal to 0. ഇത് sin x-ഉം cos x-ഉം തുല്യമാകുന്നു. ആ വില π/4 ആണ്. ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു h' of x. അപ്പോൾ
മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് കിട്ടും. എക്സിൻ്റെ വില π/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ മൈനസ് സൈൻ π/4 മൈനസ് കോസ് π/4. ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നു -2/√2. ഇതാണ് ലോക്കൽ മാക്സിമം വില അറ്റ് π/4. 22ാമത്തെ ചോദ്യം ഇൻ്റഗ്രേഷനിൽ നിന്നുള്ളതാണ്. ഇൻ്റഗ്രൽ dx/1 + x²/4. രണ്ടാമത്തെ ചോദ്യം ഇൻ്റഗ്രൽ x/(x−1 × x−2) പാർഷ്യൽ ഫ്രാക്ഷനാണ്. മൂന്നാമത്തെ ചോദ്യം ഇൻ്റഗ്രൽ 0 to π/2 x × cos x. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ dx/1 + x/2 സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പോൾ കിടക്കുന്നത് dx/a² + x² എന്ന ഫോമിലാണ്. അതിൻ്റെ ആൻസർ 1/a tan inverse x/a. അപ്പോൾ നമുക്ക് കിട്ടുന്നു tan inverse x/2 + c. രണ്ടാമത്തെ ചോദ്യത്തിൽ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ രീതിയിലാണ്. അപ്പോൾ ഈ തന്ന ചോദ്യം അതുപോലെ എഴുതി = a/ ആദ്യത്തെ ബ്രാക്കറ്റ് + b/ സെക്കൻഡ് ബ്രാക്കറ്റ്. ഇവിടെ എയും ബിയും കണ്ടുപിടിക്കണം. അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഇത് മുഴുവൻ റൈറ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ x = എയുടെ കൂടെ വരുന്നത് x-1ഉം x+2 ഇവിടെ വരുമ്പോൾ x-1 വെട്ടിപ്പോവും, മിച്ചമുള്ളത് x-2 പ്ലസ് ബിയുടെ കൂടെ x-1. ഇവിടെ എക്സിന് 2 എന്നുള്ള വില ഇടുമ്പോൾ എയുടെ ഭാഗം മുഴുവൻ പോവും, മിച്ചം കിട്ടുന്നത് 2 = b × 2 - 1, അതായത് b = 2. എക്സിന് 1 എന്നുള്ള വില എടുക്കുമ്പോൾ ബിയുടെ ഭാഗം പോയി, മിച്ചമുള്ളത് 1 = a × 1 - 2. ആൻസർ കിട്ടുന്നു a = -1. എയും ബിയുടെയും വില ഫസ്റ്റ് ഇക്വേഷനിൽ ഇടുമ്പോൾ അതിനുശേഷം ഇൻ്റഗ്രൽ വിടുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ x/(x−1 × x−2) dx = എയുടെ സ്ഥാനത്ത് -1 കൊടുത്തു, ബിയുടെ സ്ഥാനത്ത് 2. ഇവിടെ താഴത്തെ ഡെറിവേറ്റീവ് മേളിൽ വന്നിരിക്കുന്നു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ log x-1 പ്ലസ് 2 ഇൻറ്റു താഴെ കിടക്കുന്നത് x ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ 2 ഇൻറ്റു log x-2 പ്ലസ് c. അപ്പോൾ ആൻസർ ഇതാണ് -log x-1 പ്ലസ് 2 log x-2 പ്ലസ് c. 22ാമത്തെ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഇങ്ങനെയാണ്. 0 to π/2 x × cos x × dx എന്ന് തന്നിരിക്കുന്നു. ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് x1 ഇൻറ്റു കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇട്ട് കൊടുക്കുന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നു π/2 ഇൻറ്റു സൈൻ π/2 പ്ലസ് കോസ് π/2 മൈനസ് 0 ഇൻറ്റു സൈൻ 0 പ്ലസ് കോസ് 0. ഇതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു π/2 - 1. 23ാമത്തെ ചോദ്യം ഇഫ് എ ബി സി ആർ 3 കോപ്ലനാർ വെക്ടേഴ്സ് ദെൻ ബോക്സ് പ്രോഡക്റ്റ് എ ബി സി ഈസ്. ആൻസർ 0 ആണ്. രണ്ടാമത്തെ ചോദ്യം ഇഫ് മോഡുലസ് എ = 2 മോഡുലസ് ബി = 3 തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ദെൻ മാക്സിമം വാല്യൂ ഓഫ് a.p ഒക്കേഴ്സ് തീറ്റ ഈസ് 0. അടുത്ത മൂന്നാമത്തെ ചോദ്യം b = 2i + j - k, c = i + 3k and a is the unit vector. Find the maximum value of scalar triple product box product ABC. 23ാമത്തെ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ബോക്സ് പ്രോഡക്റ്റ് ABC കണ്ടുപിടിക്കാനാണ്. അതായത് a.b × c. b × c എന്നത് ഡിറ്റർമിൻ ijk 2 1 - 1 1 0 3. അപ്പോൾ നമുക്ക് കിട്ടുന്നു i × 3 - 0 മൈനസ് j ഇൻറ്റു 6 - -1 പ്ലസ് k × 0 - 1. അപ്പോൾ ആൻസർ 3i - 7j - k. ഇനി a.b × c കാണാനാണ്. a.b × c എന്നാൽ മോഡുലസ് a ഇൻറ്റു b × c കോസ് തീറ്റ, അതായത് 1 ഇൻറ്റു b × c എന്നത് √9 + 49 + 1, അതായത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ഇൻറ്റു കോസ് തീറ്റ. ഇതിൻ്റെ വാല്യൂ √59 കോസ് തീറ്റ എന്ന് കിട്ടുന്നു. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് കോസ് തീറ്റ 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നു √59 ഈസ് ദ മാക്സിമം വാല്യൂ. 24ാമത്തെ ചോദ്യം 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. മാക്സിമം z = 3x + 2y സബ്ജക്ട് ടു x + 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, 3x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15, x > 0, y > 0. ഇവിടെ നമുക്ക് വരയ്ക്കാനുള്ള ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനുമാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എടുത്ത് ആദ്യം എഴുതി. അപ്പോൾ ഈക്വൽ ടു ഇട്ട് വേണം എഴുതാൻ. x + 2y = 10, രണ്ടാമത്തത് 3x + y = 15. എന്നിട്ട് ഇവിടെ എക്സിന് നമ്മൾ 0 കൊടുത്തു. എക്സിന് 0 കൊടുക്കുമ്പോൾ y = 5 എന്ന് കിട്ടുന്നു. അതുപോലെ yക്ക് 0 കൊടുക്കുമ്പോൾ x 10 എന്ന് കിട്ടും. അപ്പോൾ 2 പോയിന്റ് കിട്ടി. നമുക്കപ്പോൾ ഈ ലൈൻ വരയ്ക്കാൻ പറ്റും. അതായത് 0 5ഉം 10 0 ആണ് 2 പോയിന്റുകൾ. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ
എക്സിന് ആദ്യം 0 ഇടുന്നു, അപ്പോൾ y 15 എന്നും, വൈക്ക് 0 എടുക്കുമ്പോൾ എക്സിന് 5 എന്നും കിട്ടുന്നു. അപ്പോൾ പോയിന്റ് 0, 15ഉം 5, 0യും. ഇതുപയോഗിച്ച് നമുക്ക് ലൈൻ വരയ്ക്കാം. നോക്കുക, ആദ്യത്തെ ലൈൻ വരച്ചിരിക്കുന്നത് നോക്കുക, 0, 5 എന്ന് പറയുന്ന പോയിന്റ് ഇത്, രണ്ടാമത് 10, 0. ഈ രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന ലൈനാണ് x + 2y = 10. ഇനി നമ്മൾ നോക്കേണ്ടത് ഏത് ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. എക്സിൻ്റെയും വൈയുടെയും സ്ഥാനത്ത് ഈ ലൈൻ്റെ താഴെയുള്ള ഒരു വില, ഏറ്റവും എളുപ്പം 0, 0 ആണ്. ഈ വില ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കുക, 0 + 0, 0 ഈസ് ലെസ് ദാൻ 10. ശരിയാണ്. അപ്പോൾ ശരിയായ ഒരു കാര്യം കിട്ടിയതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു എളുപ്പ വഴി, ഇവിടെ ലെസ് ദാൻ എന്നാണ് കിടക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും താഴോട്ടായിരിക്കും ഷെയ്ഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, അപ്പോൾ അതും താഴോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇക്വേഷനിലെ പോയിന്റുകൾ ആദ്യത്തെ 0, 15, രണ്ടാമത്തെ 5, 0യും. അപ്പോൾ 5, 0 ഇതാണ്, 5 വരെ മുന്നോട്ട് വന്നു, 0 പൊക്കം. 0, 15 എന്നത് 0യിൽ നിന്ന് 15 പൊക്കം. അത് രണ്ടും ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന ലൈനാണ് 3x + y = 15. ഇതും ഷെയ്ഡ് ചെയ്യേണ്ടത് താഴോട്ടാണ്. അപ്പോൾ രണ്ടും കൂടെ കോമൺ ഉള്ള ഭാഗമാണ് ഫീസിബിൾ റീജിയൻ. ഇതാണ് ആ സൊല്യൂഷൻ. ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഇവിടുത്തെ കോർണർ പോയിൻറ്റ്സ് എടുക്കുക. കോർണർ പോയിൻറ്റ്സ് ഇവിടെ 4 എണ്ണമാണ്. 1, 0, 0, 5, 0, 4, 3, 0, 5. ഈ 4, 3 കിട്ടുന്നത് നമുക്ക് ഗ്രാഫ് കൃത്യമായിട്ട് വരയ്ക്കുവാണെങ്കിൽ നേരെ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്തെടുത്താൽ മതി. രണ്ട് ലൈൻ്റെ ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ എക്സും വൈയും കിട്ടും. അത് 4, 3 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്, നമുക്ക് തന്നിട്ടുണ്ട് മാക്സിമൈസ് z = 3x + 2y ആണ്. അവിടെ എക്സിൻ്റെയും വൈയുടെയും സ്ഥാനത്ത് ഈ പോയിന്റുകൾ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇട്ട് കൊടുക്കേണ്ട പോയിന്റ്സ്, 1, 0, 0, രണ്ടാമത് 5, 0, മൂന്നാമത് 4, 3, നാലാമത് 0, 5. എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യത്തെ വിലയും വൈയുടെ സ്ഥാനത്ത് രണ്ടാമത്തെ വിലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ വില, ഇവിടെ കിട്ടിയത് 18 ആണ്. അപ്പോൾ ഏറ്റവും വലിയ വില ഏതാണോ അതാണ് മാക്സിമം വാല്യൂ അറ്റ് ആ പോയിന്റ് 4, 3. ഇത്രയും ചെയ്യുന്നതിന് 6 മാർക്കാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദ ഫോളോവിങ് ടേബിൾ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ താഴെ നമുക്ക് തന്നിരിക്കുന്നു. ഫൈൻഡ് കെ, ഇതിൽ കെ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലൈസ് ബിറ്റ്വീൻ 1 and 4. 1നും 4നും ഇടയ്ക്കുള്ള പ്രോബബിലിറ്റി കാണണം. മീൻ ഓഫ് എക്സ്, ഫൈൻഡ് ദ വേരിയൻസ് ഓഫ് എക്സ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കെയുടെ വാല്യൂ കാണാൻ സം ഓഫ് പി ഓഫ് എക്സ് = 1 ആണെന്ന് നമുക്കറിയാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടുന്നു. അവിടുന്ന് കെയുടെ വാല്യൂ 0.9/6 എന്ന് കിട്ടും. ഈ പോയിന്റ് കളയുന്നു, അപ്പോൾ 3/20 എന്ന് കിട്ടും. കെയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, 0.1, കെയുടെ സ്ഥാനത്ത് 3/20, 2k എന്ന് വന്നുകൊണ്ട് 6/20, വീണ്ടും 2k, 6/20, കെയുടെ സ്ഥാനത്ത് 3/20. നമുക്ക് കണ്ടുപിടിക്കേണ്ട മീൻ അല്ലെങ്കിൽ വേരിയൻസ് എന്ന് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ x² എന്നൊരു കോളം കൂടെ നമ്മൾ താഴെ വരയ്ക്കണം. അതായത് ഇതിൻ്റെ എല്ലാം സ്ക്വയേഴ്സ് ആണ്. 0, 1² 1, 2² 4, 3² 9, 4² 16. ഇനി രണ്ടാമത്തെ ചോദ്യം, 1നും 4നും ഇടയ്ക്കുള്ള പ്രോബബിലിറ്റി കാണാൻ. 1നും 4നും ഇടയ്ക്കെന്ന് പറയും പി ഓഫ് എക്സ് = 2ഉം പി ഓഫ് എക്സ് = 3ഉം മതി. അതായത് x 2 വരുന്നതും 3 വരുന്നതും 6/20, 6/20 കൂടെ കൂട്ടുന്നതാണ്. ആൻസർ 12/20 അല്ലെങ്കിൽ 3/5. രണ്ടാമത്തത് മീൻ ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി എന്നത്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുന്നതാണ്. 0 × 0.1 0 തന്നെ, 1 × 3/20 3/20, പ്ലസ് 2 × 6/20, പ്ലസ് 3 × 6/20, പ്ലസ് 4 × 3/20. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0 പ്ലസ് 3/20 പ്ലസ് 12/20 പ്ലസ് 18/20 പ്ലസ് 12/20. ഇവിടെ 20 ഡിനോമിനേറ്റർ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 3 + 12 + 18 + 12 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 45/20. ആൻസർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ മീൻ എന്നത് 2.25 ആണ്. വേരിയൻസിൻ്റെ ഇക്വേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് x² - എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x², അതായത് x²ഉം പി ഓഫ് എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് x². അതായത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0 × 0.1 പ്ലസ് 1 × 3/20 പ്ലസ് 4 × 6/20 പ്ലസ് 9 × 6/20 പ്ലസ് 16 × 3/20. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0 പ്ലസ് 3/20, 24/20 പ്ലസ് 54/20 പ്ലസ് 48/20. ഡിനോമിനേറ്ററിൽ ഒരു 20 എന്ന് എഴുതി, മേളിലെല്ലാം കൂടെ കൂട്ടുമ്പോൾ 129. വേരിയൻസ് എന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് x² നിന്ന് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ കുറയ്ക്കുന്നതാണ്. അപ്പോൾ 129/20 മൈനസ് നമുക്ക് നേരത്തെ കിട്ടിയ മീൻ
2.25 അതിൻ്റെ സ്ക്വയർ കുറയ്ക്കുന്നു. 2.25 എന്നത് നമുക്കിവിടെ ഫ്രാക്ഷനാക്കി തന്നെ നിർത്താം. അപ്പോൾ 45/20യുടെ സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ 2025/400. ഡിനോമിനേറ്റർ 400 ആക്കാൻ വേണ്ടി ഇവിടെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഡിനോമിനേറ്റർ 400 ആയി. ആൻസർ 555/400. ഇതാണ് വേരിയൻസ്. ഇപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോ സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2020 നടന്ന മാത്സ് പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക്